അതിനു മുമ്പ് ലോകത്തെവിടെയും ഖുതുബ അറബിയല്ലാത്ത ഭാഷയിൽ നിർവഹിക്കുന്ന പതിവ് ഇല്ല. അതുകൊണ്ടാണ് ഫത്ഹുൽ മുഈനിൽ ലിത്തിബാഇ സലഫി വൽ ഖൽഫി എന്ന് പറഞ്ഞത്. എന്നാൽ സുഹൃത്തുക്കളെ, ചിലർ യൂറോപ്യൻ രാജ്യങ്ങളിൽ അല്ലെങ്കിൽ കൂടുതൽ അറിവില്ലാത്ത ഇസ്ലാമിലേക്ക് പുതുതായി കടന്നു വരുന്ന ആളുകൾ അവർ കൂടുതൽ വിവരമില്ലാത്തത് കൊണ്ട് ഏതെങ്കിലും ഒരാൾ അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല എന്ന് വിചാരിച്ച് ഖുതുബ അറബിയല്ലാത്ത ഭാഷയിൽ നിർവഹിച്ചു പോയി എന്നതിനാൽ അത് ചൂണ്ടിക്കാണിച്ച് സുബ്ഹാനല്ലാഹ് ഖുതുബ ലോകത്താകെ അറബിയല്ലാത്ത ഭാഷയിലാണ് നിർവഹിക്കുന്നത് എന്ന് പറഞ്ഞ് ജനങ്ങളെ കബളിപ്പിക്കുന്നവരെ നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ ഒരാളെ പറ്റി നല്ലതേ വിചാരിക്കാൻ പാടും. പരിശുദ്ധ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസപ്രകാരമുള്ള നല്ല കാര്യങ്ങൾ പ്രവർത്തിക്കുന്ന അതായി കണ്ട ഒരാൾ അദ്ദേഹത്തിന്റെ വ്യക്തി ജീവിതത്തെ സംബന്ധിച്ച് അന്വേഷിക്കുന്ന ഒരു സ്വഭാവം നമുക്കുണ്ടാവില്ലല്ലോ. അല്ലാത്ത ജസ്സൂദല്ലേ ഖുർആൻ പറഞ്ഞത്, ചുഴന്നന്വേഷിക്കരുത്. അങ്ങനെ ഒരാളെ സംബന്ധിച്ച് നല്ലത് വിചാരിച്ച് പക്ഷെ അദ്ദേഹത്തിന്റെ കൂടുതൽ ആഴത്തിലുള്ള അറിവില്ലാത്തത് കൊണ്ട് അദ്ദേഹം ഏതോ സമയത്തോ ഏതോ ദിവസമോ അറബിയല്ലാത്ത ഭാഷയിൽ ഖുതുബ നിർവഹിച്ചു പോയ ഒരാളെ നമ്മൾ ഏതെങ്കിലും സ്റ്റേജിൽ കൊണ്ടുവന്നാൽ അദ്ദേഹം ഖുതുബ അറബിയിൽ ഓതുന്ന ആളല്ല എന്ന് അറിഞ്ഞുകൊണ്ടല്ല കൊണ്ടുവന്ന് പിന്നെ കുറെ ദിവസം കഴിയുമ്പോഴാണ് വിവരം അറിയുന്നത്. അപ്പോഴേക്ക് പിന്നെ ഇതാ സുന്നത്ത് ജമാഅത്തിന്റെ ആശയമൊക്കെ മാറ്റിയിരിക്കുന്നു സുന്നികള് എന്ന് പറയുന്ന കബളിപ്പിക്കുന്ന കക്ഷികളെ കാണാം. അത് വഞ്ചനയാണ്, കബളിപ്പിക്കലാണ്. അതേ സമയത്ത്